ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങിയിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ഉടനെ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീഭാരാവും പൗരനും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടായി. ഏറെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ വിശ്വാസികളുടെ സംഘം ഈ മണവാളനെയും മണവാട്ടിയെയും യേശു ക്രിസ്തുവിൽ ഒരു കുടുംബമായി ഒന്നിപ്പിക്കുവാനും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരു കുടുംബം സ്ഥാപിക്കുവാനും തക്കവണ്ണം ദൈവം നമ്മെ ഒന്നിപ്പിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ ദൈവം വളരെയേറെ താല്പര്യത്തോടും പ്രതീക്ഷയോടും കൂടെ ഉറ്റുനോക്കുന്നു. അതോടൊപ്പം വരാനിരിക്കുന്ന തലമുറ ഒരു കുടുംബത്തെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തങ്ങളുടെ ബന്ധുക്കളും ചാർച്ചക്കാരും സമൂഹവും ഒരു കുടുംബത്തിലേക്ക് ഇവരെ ഒന്നിപ്പിച്ച് ഒരു കുടുംബമായി ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവരെ ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം ഈ മണവാളനും മണവാട്ടിയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ പലപ്പോഴും മനുഷ്യൻ്റെ പദ്ധതികൾക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്കപ്പുറത്ത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് പ്രതിസന്ധികളിലേക്കും പ്രയാസങ്ങളിലേക്കും പോകുന്ന ഒത്തിരിയേറെ കുടുംബങ്ങളെ ഇന്ന് ലോകം കാണുന്നു. അത് കുടുംബജീവിതം എന്തിന് വേണ്ടി എന്ന തിരിച്ചറിവ് ലഭിക്കാതെ പോകുന്ന കുടുംബജീവിതങ്ങൾക്ക് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. ആയതുകൊണ്ട് ഈ മണവാളിനെയും മണവാട്ടിയും ഇപ്പോൾ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ദൈവവിളിയാണ്. ദൈവവിളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം വിളിച്ച് വേർതിരിച്ച് മാറ്റി ഒരു ദൗത്യം പരമേൽപ്പിക്കുന്നതെന്ന് പറയുക. ആയതുകൊണ്ട് ഇവരുടെ ഹൃദയത്തിൽ ഇത് ഒരു മാനുഷികമായ കൂട്ടായ്മയ്ക്കപ്പുറത്ത് ദൈവം തിരഞ്ഞെടുത്ത് പ്രത്യേകമായി വേർതിരിച്ച് വിളിച്ച് ഏൽപ്പിക്കുന്നതാണ് തൻ്റെ ജീവിത പങ്കാളി എന്ന ഉത്തമമായ ബോധ്യം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ഉദാശയിലൂടെ അവരെ ഒന്നിപ്പിക്കുന്ന ഈ അവസരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കന്മാരും ബന്ധുമിത്രാരും വളരെ ശ്രദ്ധയോടുകൂടി അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ പ്രത്യേകം കരുതണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മണവാളിനും മണവാട്ടിക്കും എല്ലാവിധ വിവാഹ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായി. ായ
പറഞ്ഞ് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതികളോടുകൂടെ നിരന്തരമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നൽകുന്നതിന്റെ പിതാവിനും പരിശുദ്ധരുകായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. Ah
ചെയ്യുന്ന ദൈവമായ കർത്താവേ, ഔന്നത്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയവാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേലുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിരക്കുള്ളവരാകുന്നു. ശിക്ഷാർത്ഥന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനമായി ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവരായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെ നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരാക്കി തീർക്കണമേ. ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമാണവാനുമായ ഇപ്പോൾ നിന്റെ വിശുദ്ധന്റെ തിരുപ്പിൽ തന്റെ വിശുദ്ധനായി ദാസനെ ഈ സുഹൃത്തുമായി അനുഗ്രഹിക്കണമേ. കരുണയും ദൈവയുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമാവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുന്ന വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തുള്ള ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ഭാഗമേ കാണുന്ന പിതാവിനെ വിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകണമേ. Thank you.
അവിടെ വിശദീകരിക്കാൻ വേണ്ടി സംഭവിക്കുന്നതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ടുപോയി വചനത്താൽ വെള്ളമാക്കി വാഗ്ദാനത്തോടുകൂടി മതകൽപ്പനയാകുന്നു. ആമേനാകാൻ വഹിക്കുന്നു. നമ്മുടെ യാത്ര പുറപ്പെട്ടു. യോർദാന്റെ മറുകരയിൽ യഹൂദിയായുടെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങളുടെ ദൈവത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥമാർ അടുത്ത് ചെന്നു. ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണപ്പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാരോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, വരൻ ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല.
എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ടന്മാരായി ജനിച്ചിട്ടുള്ള ഷണ്ടന്മാരുണ്ട്, മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെട്ടിട്ടുള്ള ഷണ്ടന്മാരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കി തീർത്തിട്ടുള്ള ഷണ്ടന്മാരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. നമ്മുടെ കർത്താവ് അരുളിച്ചെയ്തു, ശൈലോ